ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പുതിയ പരിഷ്കരണത്തിനൊരുങ്ങി വകുപ്പ് സെക്രട്ടറി. സർവകലാശാല പ്രവർത്തനങ്ങൾ വിലയിരുത്താനായി എല്ലാ സർവകലാശാലകളിലും ബി അശോക നേരിട്ടെത്തും. തിങ്കളാഴ്ച സാങ്കേതിക സർവകലാശാലയിൽ ആദ്യ സന്ദർശനം നടത്തും. അതേസമയം സെക്രട്ടറിയുടെ നീക്കം ചട്ടവിരുദ്ധമെന്നാണ് ആരോപണം. സർവകലാശാല വിഷയങ്ങളിൽ ഇടപെടാൻ സെക്രട്ടറിക്ക് കഴിയില്ല എന്ന ആക്ഷേപം. വിവരങ്ങളുമായി സനീറ്റയാണ് ചേരുന്നത്. സനീറ്റ, ഈ പുതിയ പരിഷ്കരണം എത്രത്തോളം പ്രായോഗികമാണ്? എന്താണ് നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് ഉയരുന്ന ആക്ഷേപങ്ങൾ? ബി അശോക് വിസിമാരെ ഉൾപ്പെടുത്തി വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങിയത് വലിയ വിവാദമായിരുന്നു. അതിനുശേഷമാണ് ഇത്തരത്തിൽ വീണ്ടും ഒരു വിവാദമായ തീരുമാനത്തിലേക്ക് എത്തുന്നത്. അതായത് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പുതിയ പരിഷ്കാരങ്ങൾ കൊണ്ടുവരാനാണ് ബി അശോക് വകുപ്പ് സെക്രട്ടറി ഇപ്പോൾ ആലോചനയിലുള്ളത്, അല്ലെങ്കിൽ തീരുമാനമെടുത്തിരിക്കുന്നത്. എന്തായാലും ഈ വിഷയത്തെ തുടർന്ന്, അല്ലെങ്കിൽ ഇത്തരത്തിൽ തീരുമാനത്തെ തുടർന്ന് വലിയ വിമർശനങ്ങളും വിവാദവും നിലവിൽ ഇപ്പോൾ ഉണ്ടാകുന്നു എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. അതായത് സർവകലാശാലയിലെ എല്ലാ ഇത്തരത്തിൽ നിയമനങ്ങളും അല്ലെങ്കിൽ ഇത്തരത്തിൽ അധികാര ചുമതലയും ഉള്ളത് ഈ സിൻഡിക്കേറ്റിനും വിസിക്കും വൈസ് ചാൻസലറിനും മാത്രമാണ്. അത്തരത്തിൽ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ വകുപ്പ് സെക്രട്ടറി നേരിട്ടെത്തി പുതിയ പരിഷ്കാരങ്ങൾ ഉണ്ടാക്കുമെന്ന് അറിയിച്ചിരിക്കുന്നത്. ഇത് തീർച്ചയായും ചട്ടവിരുദ്ധമെന്നാണ് ഇപ്പോൾ വലിയ ഉദ്യോഗസ്ഥരും രംഗത്തെത്തി പറയുന്നത്. അത് മാത്രമല്ല, ഇത്തരത്തിൽ ഈ പരിഷ്കാരങ്ങളുടെ അടിസ്ഥാനത്തിൽ എല്ലാ സർവകലാശാലകളിലും ഇത്തരത്തിൽ നേരിട്ടെത്തി സന്ദർശനം നടത്തും, കാര്യങ്ങൾ പരിശോധിക്കുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ഇതിന് ആദ്യ നടപടിയായി തന്നെ തിങ്കളാഴ്ച സാങ്കേതിക സർവകലാശാലയിൽ നേരിട്ടെത്തി പരിശോധനകൾ നടത്തും. തുടർന്ന് മറ്റ് സർവകലാശാലകളിൽ നേരിട്ടെത്തി പരിശോധന നടത്തുമെന്നും വ്യക്തമാക്കുന്നുണ്ട്. ഇതിൽ പ്രധാനമായും സന്ദർശനത്തിലൂടെ മറ്റ് വകുപ്പ് അല്ലെങ്കിൽ പ്രധാനമായ ഫയലുകൾ പരിശോധിക്കുമെന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. പ്രധാന വിവരങ്ങൾ പരിശോധിക്കുന്നതിൽ നീക്കമുണ്ടെന്നും സൂചനകളുണ്ട്. ഇതിലാണ് വലിയ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പുതിയ പരിഷ്കരണത്തിന് ഒരുങ്ങുകയാണ് വകുപ്പ് സെക്രട്ടറി. സർവകലാശാല പ്രവർത്തനങ്ങൾ വിലയിരുത്താനായി എല്ലാ സർവകലാശാലകളിലും ബി അശോക് നേരിട്ടെത്തും. തിങ്കളാഴ്ച സാങ്കേതിക സർവകലാശാലയിലാണ് ആദ്യ സന്ദർശനം നടത്തുക എന്നുമാണ് നിലവിൽ പുറത്തുവരുന്ന വാർത്തകൾ. സനീറ്റയാണ് വിവരങ്ങൾ നൽകിയത്.